പ്രധാനമന്ത്രിയെ ഏറ്റവും ഹീനമായ ഭാഷയിൽ അപമാനിച്ച നോയിഡയിലെ സലൂൺ ജീവനക്കാരി മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് കേസെടുക്കുകയും പൊതുസമൂഹം ശക്തമായ പ്രതികരണം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ സലൂൺ ജീവനക്കാരി മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയത്. ഞാൻ മുഴുവൻ രാജ്യത്തോടും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് അത്രയും ലജ്ജയും കുറ്റബോധവും തോന്നുന്നു. എനിക്കെൻ്റെ കണ്ണുകൾ പോലും ഉയർത്തി നോക്കാൻ കഴിയുന്നില്ല എന്നാണ് മാപ്പപേക്ഷയിൽ അവർ പറഞ്ഞത്. ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞതോടെ ജോലി ചെയ്തിരുന്ന സലൂണിൽ നിന്നും പുറത്താക്കിയിരുന്നു. വ്യാജ പേരിലാണ് സലൂണിൽ ജോലിക്ക് ചേർന്നത്. നീറ്റ് പരീക്ഷയുമായി വിദ്യാഭ്യാസ മേഖലയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. പണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലുവൻസറായി ഇവർ ജന്തർ മന്ദറിലേക്കെത്തി. നോയിഡ പോലീസ് എടുത്ത 0 FIR പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. പോലീസ് FIRൽ ഇവരുടെ പ്രായം 25 എന്നാണ്. എന്നാൽ ഇവർ വീഡിയോയിൽ 15 വയസ്സ് മാത്രമാണ് തന്റെ വയസ്സെന്ന് പറയുന്നു. ये मेरी पहली और आखिरी गलती होगी. इसके बाद मैं ऐसा कुछ नहीं करूँगी और ना ही वो चीज़ मैंने कभी पोस्ट की थी. मैं पूरे देश से माफ़ी मांगती हूँ. मैं इतनी शर्मिंदा हूँ, मैं अपनी नज़र भी नहीं उठा पा रही हूँ. मैं सबसे माफ़ी मांग रही हूँ. मुझे प्लीज़ माफ़ कर दीजिए, प्लीज़. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയും പൊതുസമാധാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നു കാണിച്ചാണ് ഇവർക്കെതിരെ നോയിഡ പോലീസിന് പരാതി ലഭിച്ചത്. പ്രതിഷേധത്തിനിടെ തന്നെ അധിക്ഷേപിച്ച യുവാക്കളോട് ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് ഇവരുടെ മാപ്പപേക്ഷ. അധിക്ഷേപം കൊണ്ട് ഒന്നും പരിഹരിക്കപ്പെടില്ല. വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് സമൂഹം ചെയ്യേണ്ടത്. ചെറുപ്രായത്തിലുണ്ടായ തെറ്റ് തിരുത്താനുള്ള അവസരം നൽകണം. കുട്ടികളോട് ക്ഷമിക്കാൻ താൻ തയ്യാറാണെന്നും സമൂഹവും അതിന് തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി വീഡിയോയിൽ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.